അനുപനെ പറ്റി എഴുതുമ്പോൾ കീവേഡായിട്ട് പലപ്പോഴും അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഒന്നാണ് പ്രണയം. അനുപനന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില വർത്തമാനങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അനുപനൻ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള പ്രണയങ്ങളിൽ ഒന്ന് അത് മുല്ലശ്ശേരി രാജു ചേട്ടന്റെയും ബേബി ചേച്ചിയുടെയും പ്രണയമാണെന്നാണ്. എന്താ ആ പ്രണയം മാത്രം അത്രയധികം സ്വാധീനിക്കാനുള്ള? അല്ല, ഈ നമ്മൾ ഈ കോമൺ പാർലൻസില് പ്രണയം എന്ന് പറയുന്നത് അതൊരു വേർഡ് മാത്രം ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഐ ഹാവ് ഡിഫറൻസസ് ടു ഇറ്റ്. ബിക്കോസ് ഞാൻ കാണുന്ന അതിനെ ആ വാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലവ് എന്ന് പറയുന്ന ആ വാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതൊരു സമ്പൂർണമായ കമ്മ്യൂണിക്കേഷനിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മുല്ലശ്ശേരി ബേബിജിയുടെയും രാജുവേട്ടന്റെയും ബന്ധം എന്ന് പറയുന്നത് 20 years ബെഡ്റിഡനായി കിടക്കുന്ന ഒരാളുമായി ഷീ വാസ് കംപ്ലീറ്റ്ലി ഇൻ കമ്മ്യൂണിക്കേഷൻ എവറി ടൈം. ആ കട്ടിലിന്റെ തുമ്പത്ത് ചെന്നിരുന്ന് വഴക്ക് കൂടാനും പരിഭവം പറയാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട് ആ ബന്ധത്തിന്, വിച്ച് ഇസ് നോ മീൻ ടാസ്ക്. ആ ടാസ്ക് ആയിട്ട് എടുക്കരുത്, ശരിയാണ്. പക്ഷെ ടാസ്കിൽ അത് ഓർഗാനിക് ആയിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇപ്പം ഫോർ ദാറ്റ് മാറ്റർ ഇപ്പം അവര് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്റെ അച്ഛനും അമ്മയും they have been together for 50 years. അവര് തമ്മിലേക്ക് രസകരമായ മറ്റൊരു കമ്മ്യൂണിറ്റി, അങ്ങനെ എത്രയോ അച്ഛനമ്മമാർ, എത്രയോ ഈ പറയുന്ന ലവേഴ്സ് നമുക്ക് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ട്രാൻഷ്യന്റ് ആയിട്ടുള്ള പെട്ടെന്ന് പോകുന്ന ഒരു സാധനമാണ് പലപ്പോഴും ഇത്. നമുക്കൊരു വർഷമൊക്കെ ഇത് വളരെ ഒരു റിഗറസ് പാഷൻ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രണയങ്ങളുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഞാൻ ടൈമാണ് പ്രണയം എന്ന് പറയുന്നത്. വി ഹാവ് ടു ബി ഇൻ ലവ് ഫോർ എ ബിഗർ പീരീഡ്. ഒരു ഇൻഫിനിറ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ പീരീഡ് ബ്യൂട്ടിഫുൾ അല്ലേ? ഇവരെല്ലാം മേ ബി യുവർ ഫാദർ ആൻഡ് മദർ, മേ ബി സുമേഷിന്റെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ സുമേഷിന്റെ ബ്രദറും സിസ്റ്ററും, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് വിച്ച് സ്റ്റാൻഡ്സ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഈ ടൈമിനെ അതിജീവിക്കാൻ കഴിയുക, സമയത്തിനെ, ബോറടിയെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളെ അതിജീവിച്ച് വീണ്ടും ഇഫ് യു ക്യാൻ ബ്രിങ് ഇൻ ദാറ്റ് സോൾഫുൾ കമ്മ്യൂണിക്കേഷൻ ഈവൺ ഇൻ യുവർ ഫൈനൽ ഡേയ്സ്, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് എനിക്ക് 50 years ഒക്കെ ഒരുമിച്ച് ജീവിച്ച ആനിവേഴ്സറി ഒക്കെ ഇതാക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളല്ലേ. മറ്റേതുണ്ട്, വളരെ തീവ്രമായ പ്രണയങ്ങളുണ്ട് വിച്ച് ഫിസിൽസ് ഔട്ട് ഇൻ 6 months അല്ലേ. ഈ അടുത്ത കാലത്തൊരു സിനിമ ഉണ്ട്, ഞാൻ ഒരു അസമീസ് പടമാണെന്നാണ് തോന്നുന്നത്, കണ്ടു. ആ പടം അപ്പൊ അത് ആലോചിച്ചപ്പോ ഇത് നമ്മുടെ എഴുതണ പോലത്തെ ഒരു പരിപാടിയല്ലേ. പക്ഷെ എനിക്കതിലെ വയലൻസ് ഞാൻ എഴുതില്ല, എനിക്കത്. പക്ഷെ അത് വയലൻസ് അല്ല, അതായത് ബ്യൂട്ടി അതാണ്. അത് ഈ പറയുന്ന അവരുടെ ബ്രെയിൻ വയറാവുന്നത് ആ ഒരു ഇഷ്ടത്തിലാ. അത് മാത്രമല്ല, അതിനെ വേറൊരർത്ഥത്തിൽ നോക്കുമ്പോ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അമിസ് അറിയില്ലായിരിക്കും, ഞാൻ നീ മാത്രം സംസാരിക്കുന്ന ഒരു കാര്യം ഇത് മാറും. അമിസ് ഒരു മെയിൻ സ്ട്രീം ആസാമീസ് പടമാണ്. അതിന്റെ OTT പ്ലാറ്റ്ഫോം എനിക്കറിയില്ല, പക്ഷെ അത് ഗംഭീരാണ്. ആൻഡ് കുറെ നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ ചെക്ക്. വെരി സിംപ്ലി ടോൾഡ് അല്ലേ. നമ്മള് അവരുടെ ഒക്കെ ഫസ്റ്റത്തെ പടാണ് പെട്ട ആക്ടേഴ്സിന്റെ ഒക്കെ ഒരുവിധ എല്ലാ ആക്ടേഴ്സിന്റെ ഫസ്റ്റ് പടം. ഇത്രയും വലിയ മിടുക്കന്മാരിരിക്കുമ്പോ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കിട്ടി വളരെ കംഫർട്ടബിളി എൻസ്കോൺസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ വി ഹാവ് നോ റൂം ഫോർ കംപ്ലൈൻറ്റ്സ്, വി ഹാവ് നോ റൂംസ് ഫോർ നമുക്കൊരു ആർഗ്യുമെന്റ് ഓവർ വാട്ട് ദിസ് നേച്ചർ ഹാസ് ഗിവൺ യു കണ്ടന്റ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ രാജുചേട്ടനും ബേബി ചേച്ചിയായിരുന്നു ബ്യൂട്ടിഫുളിന്റെ ഇൻസ്പിറേഷൻ, അവരുടെ ഒരു ബോണ്ട് ആയിരുന്നു. പലതും അതിൽ ഒരെണ്ണം അതായിരുന്നു ഉറപ്പായിട്ടും. ഇവർ ആദ്യം കാണുന്നത് എപ്പോഴാ അത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോ നമ്മൾ കുറച്ചു നേരം അവര് നിൽക്കൂല മനസ്സിൽ. ഇതിലെ രസം വെച്ച് ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടില്ല. ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത് രഞ്ജേട്ടൻ വഴിയാണ്. രഞ്ജേട്ടനും ഗിരീഷേട്ടനും പുത്തഞ്ചേരി, അവര് വഴിയാണ് ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത്. അന്ന് രാജുവേട്ടൻ മരിച്ചുപോയി. അപ്പൊ എനിക്ക് ആ രാജുവേട്ടൻ കിടന്നിന്റെ കട്ടിലും അതൊരു ഭയങ്കര മോട്ടിഫാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മെറ്റഫർ. ഉറപ്പായിട്ടും അത്. സോ ഐ സ്റ്റാർട്ടഡ്. ഇപ്പം ഞാൻ എവിടെയായാലും ഐ എം മഗ്ഗിങ് ആഫ്റ്റർ സ്റ്റോറീസ്. എനിക്ക് ഇഷ്ടമാണ് ഈ ആൾക്കാരുടെ കഥകൾ കേൾക്കാനും. ഞാൻ പാവാട ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും പൃഥ്വിയും കൂടെ സ്ഥിരമായി ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ ക്യാരവാനിൽ ഇരിക്കുമ്പം വേണുചേട്ടനും മണിയമ്പിൾ രാജേട്ടനും വരും. നെടുമുടി വേണു, മണിയമ്പിൾ രാജേട്ടനും. ഞങ്ങളൊരു 7 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ 10:30-11 മണി അതിനകത്തിരുന്ന് കഥകൾ കേൾക്കും ഇവരുടെ.
പഴയ വളരെ വേർഡൻഡ് ആയിട്ടുള്ള മലയാള സിനിമയുടെ ഈ പറയുന്ന ഏറ്റവും ശാദ്വല കാലഘട്ടത്തിലെ കഥകൾ. അതുപോലെ ഇത്തരം കഥകൾ കേട്ടപ്പോൾ ബേബിയേച്ചി പറയുന്നത്, രഞ്ജേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതും, ബേബിയേച്ചിയുടെ മോളുണ്ട് നാണിയും അനൂപുണ്ട്, നിരഞ്ജനയുടെ അമ്മയച്ഛനും. അപ്പൊ അവര് പറയുന്ന കഥകളും, സോ ഇറ്റ് വാസ് ഒരു കൺഫ്ലുവൻസ് ഓഫ് സോ മെനി സ്റ്റോറീസ്. അതിൽ നിന്നാണ് എനിക്കത് കിട്ടുന്നത്. ഞാൻ ഫോർ ദാറ്റ് മാറ്റർ ഐ ടെൽ യു, നോട്ട് ഓൺലി ദാറ്റ് ലവ് സ്റ്റോറി, ദർ ആർ കൗണ്ട്ലെസ് അതർ ലവ് സ്റ്റോറീസ് വിച്ച് ഇസ് ക്ലോസ് ടു മൈ ഹാർട്ട്. പീപ്പിൾ യു ഡോണ്ട് നോ. ഇപ്പം ബേബിച്ചിയുടെയും ഒക്കെ പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ, എൻ്റെ വൈഫിന്റെ ഫാമിലിയിലൊക്കെയുള്ള ഒരുപാട് പേര്. അവരുടെ രസമുള്ള കാര്യമാണ്. ഞാൻ ദർ ഇസ് വൺ അതർ കപ്പിൾ, താമ്പിച്ചാച്ചൻ ഗീരമ്മായി എന്ന് പറഞ്ഞിട്ട് കോലഞ്ചേരിയുള്ള, അവർ 2 മക്കളും അമേരിക്കയിലും ബാംഗ്ലൂരും ഒക്കെയാണ്. അവരൊരു വലിയ വീടിന്റെ അകത്ത്, നമ്മൾ ഈ മറ്റേ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സിനിമ, അതുപോലത്തെ ഒരു വീടാണ്. അതിനകത്ത് പാമ്പുകളുണ്ട്, മറ്റേ പല പല ഇഴജന്തുക്കളുണ്ട്. അവരെയൊക്കെ ഒരു കോ എക്സിസ്റ്റൻസിൽ ഇവർ രണ്ടുപേരും കൊണ്ടുപോകുന്ന ഇതുണ്ട്. സഖാവ് മൂർഖൻ എന്നൊക്കെ വിളിച്ചിട്ട് മേ ബി അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ തമ്പിച്ചാച്ചൻ ഇസ് വൺ, ഇനി ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, എനിക്കൊരു ക്യാരക്ടറൊക്കെ ആക്കണമെന്ന് തോന്നിയ ആളാണ് പുള്ളി. നന്നായിട്ട് പഴയ ജിം റീവ്സിന്റെ ഒക്കെ പാട്ടുകൾ പാടും, വിന്റേജ് ഇംഗ്ലീഷ് സോങ്സ്. സോ അവര് മറ്റൊരു അത്തരം കപ്പിളാണ്. സോ മെനി. രഞ്ജേട്ടനായിട്ടുള്ളൊരു അസോസിയേഷൻ അത് എടുത്തു പറയേണ്ട ഒന്നാണ് ലൈഫിൽ. ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് അനൂപേട്ടൻ അങ്ങോട്ട് പറയുമായിരുന്നു ഈ തിരക്കഥ വായിച്ചിട്ട്, ഇത് പല കാലഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് തമിഴിൽ നിന്ന് വിക്രത്തിനെയൊക്കെ ആലോചിച്ചാലോ എന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ട്രൂ ആണോ? അതുകൊണ്ട് ഞങ്ങളത് അങ്ങനെയല്ല. കഥ എങ്ങനെയാന്ന് വെച്ചാല് ഞാനും ജ്യോതിർമയും കൂടെ ചെയ്യേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് അത്. ആക്ച്വലി രഞ്ജേട്ടൻ ആദ്യം പ്ലാൻ ചെയ്തത് അങ്ങനെയാണ്. അതിന് സുബേർക്ക, നമ്മുടെ വർണ്ണയത്ര മഹാസുബേർ വന്ന് കഥ കേട്ടിട്ട്, നിങ്ങളെന്തിന് ഷോർട്ട് ഫിലിം ആക്കുന്നത്, സിനിമയായിക്കൂടെ? സിനിമയാക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഞാനെന്ന് പറയുന്ന ഒരു നോൺ എൻറ്റിറ്റിയാണ് സിനിമയിൽ. അന്ന് നമ്മളെ മറിച്ചൊന്നൊരു പടമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മാറ്റിയിട്ട് പൃഥ്വിയും പ്രിയാമണിയുമായി. അപ്പൊ അതിനിടയ്ക്ക് അപ്പൊ എന്നിട്ട് ഐ വാസ് സപ്പോസ് ടു ഡു അക്ബർ അഹമ്മദിന്റെ ക്യാരക്ടർ, ആ ഡയറക്ടർ. അങ്ങനെ ആയത്. അങ്ങനെ ഞങ്ങള് തിരക്കഥ ഇങ്ങനെ എഴുതുന്നു. പിന്നെ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നു, ഞാൻ എഴുതുന്നു. എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല ഇതിനകത്ത്, അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ഞാൻ എഴുതിയെടുക്കുന്നത് ഞാനാണ്. അത് ഭയങ്കര രസമുള്ള ഒരു ഭയങ്കര നല്ല മഴയത്ത് രഞ്ജേട്ടന്റെ പഴയ വില്ലയിലാണ് അത് സംഭവിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റൊരു സിനിമാറ്റിക് ഐക്കോണാണ് രഞ്ജേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബ്ലിസ്ഫുൾ സെറിമണി. അപ്പം അതിന്റെ ഒരു പോയിന്റ് എത്തിയപ്പം രാജു വിളിച്ചു പറഞ്ഞു, അവന് രാവൺ എന്ന് പറഞ്ഞ പടം വന്നു മണിരത്ത് തന്നെ. അപ്പൊ അവന് ബൾക്ക് ഡേറ്റ്സ് അങ്ങോട്ട് കൊടുക്കണം, ഇതാ പറ്റത്തില്ല. അങ്ങനെ രാജുവിന് പകരം ആര് എന്നുള്ള ചിന്തകൾ വന്നു. അങ്ങനെ അതിനകത്ത് മാധവൻ, അജിത്ത്, തമിഴിൽ നിന്നൊരു ഒരുപാട് പേര്. അപ്പൊ ഞങ്ങള് കോർഡിനേറ്റ് ചെയ്യുന്നു. ശങ്കർ അവരെ വിളിക്കുന്നു, പപ്പേട്ടനുണ്ട്, അദ്ദേഹം വിളിക്കുന്നു. ഷേബാസ് അവൻ ഇടയ്ക്ക് വരും, അവൻ പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഷേബാസിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പം ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. മാധവന് ഡേറ്റ് ഇല്ല, മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിന് ഡേറ്റ് ഇല്ല, ആർക്കും ഇല്ല. പിന്നെ മലയാളത്തിനും ആരെയൊക്കെയോ നോക്കി, അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. കാരണം അതൊരു ഈസി റോൾ അല്ലല്ലോ. 26 to 55 എല്ലാ ഏജും ചെയ്യേണ്ടതാണ്. അങ്ങനെ എഗൈൻ ഒരു വലിയ മഴയത്ത് ഷേബാസ് അമ്മനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പം പപ്പേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കുന്നു, എന്റെ വണ്ടിയാണ്. അപ്പം പപ്പേട്ടൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ബാക്കിൽ ഷേബാസ് അമ്മന് രഞ്ജേട്ടനും. അപ്പൊ പപ്പേട്ടനെ ആരെയോ ഒരാൾ വിളിച്ച്, ഇവിടുത്തെ ഏതോ നടനെയാണ്. അപ്പൊ വിളിച്ചിട്ട്, രഞ്ജി അയാൾ നടക്കില്ല കേട്ടോ, അയാളിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. നമുക്ക് ഇയാളെ വിളിച്ചാലോ എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റൊരു നടന്റെ പേരെന്തോ പറയുമ്പോൾ രഞ്ജേട്ടൻ ബാക്കിൽ എന്ന് പറഞ്ഞു, അജയചന്ദ്രൻ ചെയ്യുന്നയാളാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. ദാറ്റ് വാസ് എ മൊമെന്റ്. Such halcyon moments. കയ്യിന്ന് പോ അങ്ങനെ അതൊരു എന്താ പറയാ, again it's an orgasmic pleasure. So it was a moment. അത് നമ്മൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനത്തെ നമുക്ക് എന്താ പറയാ, നമ്മളൊരു മാർക്ഡ് ആയിട്ടുള്ള പല ലാൻഡ് മാർക്ക് മൊമെന്റ്സ് ഉണ്ടാവില്ലേ. ഇറ്റ് വാസ് വൺ സച്ച്. അങ്ങനെ പറയുമ്പോൾ ഇത്തരം മൊമെന്റ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. ആരൊക്കെ കൂടെ, ഷേബാസ് അമ്മൻ ബാക്കില്, മഴ, ഈ അപ്പുറത്ത് കണ്ണു കാണാൻ പറ്റാത്ത ഒരു റോഡ്, അങ്ങനെയൊക്കെയുള്ള
ആ ഫ്ലാഷസ് ആണ് ഇപ്പം മനസ്സിലേക്ക് വരുന്നത്. സോ ദാറ്റ് ഹാപ്പൻസ് വിത്ത് എവറിബഡീസ് ലൈഫ്. ഈ രഞ്ജിതേട്ടൻ എന്നുള്ള ഗുരു, മാർഗദർശി, എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ കൂടെയുള്ള ഒരു ട്രാവൽ? രഞ്ജിയേട്ടനാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് സീൻസ് വർക്ക് ചെയ്യുന്ന തിരക്കഥാകൃത്ത്. ഒരു സീനിൽ നിന്നും അദ്ദേഹം മറ്റൊരു സീനിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു ട്രഫും ക്രസ്റ്റും ഒക്കെ വേണം ഒരു ഇതിന്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗ്രാഫ് എങ്ങനെ ഒരു ഫിലിമിന്റെ ഗ്രാഫ് എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ പഠിക്കുന്നതും അതൊരു ഭയങ്കര അസിമുലേഷൻ ആയിരുന്നു. അദ്ദേഹം ഡയലോഗ്സ് എഴുതുന്ന രീതി, ഒരു ഡ്രാമാറ്റിക് ഡയലോഗിനെ എങ്ങനെ ലെസ് ഡ്രാമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യിക്കാം, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ബേസിക് പാഠങ്ങൾ പഠിച്ച രഞ്ജിയേട്ടനാണ്. പിന്നെ ഓഫ് കോഴ്സ് അന്നത്തെ രഞ്ജിയേട്ടൻ എന്ന് പറയുന്നത് നത്തിങ് ഷോർട്ട് ഓഫ് എ ലയൺ. ദ വേ ഹി വാക്ക്ഡ്, നമ്മുടെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നമ്മളെ ഭയങ്കരമായിട്ട് എൻറ്റൈസ് ചെയ്യിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 2003 to 2010 അത്രയും കാലം ഏകദേശം എപ്പോഴും ടച്ചിലുണ്ടായിരുന്നത്? അങ്ങനെ ഇല്ല, അതൊരു അബദ്ധധാരണയാണ്. അത് അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ അനുപമൻ വരുന്നത് രഞ്ജിത്ത് സ്കൂളിൽ നിന്നാണ്, അതായത് രഞ്ജിത്താണ് അനുപമനെ എല്ലാം പഠിപ്പിച്ച് വിട്ടത്. അല്ല, അത് ചിലപ്പോ ആയിരിക്കാം. പക്ഷെ ഞാൻ രഞ്ജിത്തിനോട്ട് അങ്ങനെ ഒരു ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല, ഇപ്പം സ്ഥിരമായിട്ട് ഞങ്ങള് ഇൻ ടച്ച് ആണ്. എനിക്ക് തോന്നുന്നു 2006 ഞാൻ രഞ്ജിയേട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ വർഷം തന്നെയാണ് റോക്ക് ആൻഡ് റോൾ ചെയ്യുന്നത്. അല്ല, റോക്ക് ആൻഡ് റോളിന് മുന്നേ കയ്യൊപ്പ് ചെയ്തു. കയ്യൊപ്പിന് ശേഷം റോക്ക് ആൻഡ് റോൾ, അത് സെയിം അതേ വർഷമാണെന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞ് 2008 തിരക്കഥ വരുന്നു. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2000 കോക്ടെയിലിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2022 വരെ ഐ വാസ് ഡൂയിങ് മൈ ഓൺ ഫിലിംസ്. അപ്പൊ രഞ്ജിയേട്ടനൊക്കെ മാസത്തിലൊരിക്കൽ വിളിച്ചാലായി, രഞ്ജിയേട്ടൻ ഇങ്ങോട്ട് വിളിച്ചാലായി, അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ടച്ച്. ശങ്കറായിരുന്നു രഞ്ജിയേട്ടന്റെ കൂടെ ഫുൾ ഓൺ ഉണ്ടായിരുന്നു. ആഫ്റ്റർ മേ ബി തിരക്കഥ ഐ ഡിഡ്ന്റ് ഹാവ് അങ്ങനെ ഒരു 12-14 ഇയേഴ്സ് രഞ്ജിയേട്ടനോട് അങ്ങനത്തെ ഒരു ഇൻ ടച്ച് ഒന്നും ആയിരുന്നില്ല. ദോ ഇറ്റ് വാസ് വെരി കോർഡിയൽ ആൻഡ് ഐ റെസ്പെക്റ്റഡ് ഹിം, ലവ്ഡ് ഹിം സോ മച്ച്. നമ്മൾ അങ്ങനെ ഒരു ഇൻ ടച്ച് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു ആ പീരീഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹി വാസ് ഓൾസോ ബിസി, ഐ വാസ് ഓൾസോ ബിസി വിത്ത് മൈ ഫിലിംസ്. സോ യാ. ഈ തിരക്കഥയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തോറ്റു നിൽക്കുന്നവനാണ് നീ, എനിക്ക് നീ തുടരണമെങ്കിൽ വിജയങ്ങൾ വേണം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് എനിക്കൊന്ന് അന്ന് മംഗളത്തിലൊക്കെ കൊടുത്ത ഒരു റിട്ടേൺ ഇന്റർവ്യൂല് അനുപമൻ പറഞ്ഞിട്ട് ആ വരികൾ ശരിക്കും അത് എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പിന്നെ അപ്പൊ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിൽക്കുന്ന ജീവിത സാഹചര്യം കൊണ്ട് സത്യമായിരുന്നു അത് ആ ടൈം. പിന്നെ ഉറപ്പായിട്ടും, കാരണം വെച്ചാൽ ഞാന് ഫസ്റ്റ് പടം പൊട്ടി പണ്ടാറടങ്ങിപ്പോയില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയൊന്നുമില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ആ പടം കമ്മിറ്റ് ചെയ്ത് ആ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഐ വാസ് ഹോട്ട് പ്രോപ്പർട്ടി. എനിക്ക് 8 ചെക്കോളം എൻ്റെ കയ്യിൽ, ഇവിടുത്തെ മേജർ ഫിലിം മേക്കേഴ്സിന്റെ. കാരണം മെനൻ സാർ അങ്ങനെയാണ് എന്നെ അവിടെ പ്ലേസ് ചെയ്തത്. അപ്പം അതിനുശേഷം പടം ഇങ്ങനെ ആയി പോയതുകൊണ്ട് പിന്നെ ഞാനൊരു അൺലക്കി ഗൈ ആയി. കാരണം വിനയൻ സാറിന് അതുവരെ ഒരു പടം പൊട്ടിയിട്ടില്ല. അപ്പൊ ഈ പടം പൊട്ടിയപ്പോ എന്റെ മേലെയായത്. സോ ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ ഒരു എല്ലാവരും 8ഓളം ചെക്കുകൾ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. ഓരോ ആഴ്ചകളിലായിട്ട് ഓരോരുത്തർ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും, പടമില്ല. പിന്നെ ആയിട്ട് ഗോ ബാക്ക് ടു സീരിയൽസ്. താങ്ക്ഫുള്ളി എനിക്ക് വന്ന സീരിയൽസ് ഒന്നും തന്നെ ഇറ്റ് വാസ് നോട്ട് ദ റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് സീരിയൽസ്. യുനോ, അമ്മായിയമ്മ മരുമോളെ പീഡിപ്പിക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. പകരം എനിക്ക് കിട്ടിയത് അന്നത്തെ ഒരു അവൻഗാർഡ് ഫിലിം മേക്കർ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ സീരിയൽസിലുണ്ടായിരുന്ന KK രാജീവ്, സജി സുരേന്ദ്രൻ, ഡോക്ടർ ജനാർദ്ദനൻ, മോഹൻ കൊപ്ലേരി, ഇങ്ങനെ 4 സീരിയൽസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. വൺ ഇസ് മുഹൂർത്തം, ലോറിക്കാരൻ നോബിൾ എന്ന് പറയുന്ന ആ സാധനം. അതേസമയം 8 മണിക്ക് മേഘം, 8:30 മുഹൂർത്തം, അങ്ങനെയായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. സോ കോൺട്രാഡിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ക്യാരക്ടർ, ഒന്ന് ലോറി ഡ്രൈവർ, ഒന്ന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഇതാണ് കുപ്ലേരിയുടെ സ്വരം എന്നുള്ള സീരിയൽ. ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു കണ്ടിന്യൂം ഓഫ് സീരിയൽസ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. സോ ആഫ്റ്റർ സ്വരം ഐ സ്റ്റോപ്ഡ് ആൻഡ് ദെൻ ഐ വർക്ക് ഫോർ ഫിലിംസ്. അത് പതുക്കെ പിന്നെ ഈ ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായ എഫർട്ടൊന്നും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. ഞാൻ ആൾക്കാർ അങ്ങനെ പോയി കാണുകയും
നമ്മൾ ഈ പ്രൊവേർബിയൽ ബസ് സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കലും ഡയറക്ടേഴ്സിന്റെ വാതിൽക്കൽ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് ചെയ്യാനൊന്നുമില്ല അതിനകത്ത്. ഞാൻ ഇവരെ ഒന്നും കാണാനും പോയിട്ടില്ല. ജസ്റ്റ് കെയിം ടു മീ. സോ ദ യൂണിവേഴ്സ് ഹാസ് ബീൻ സോ ബെനിവലന്റ് ഇൻ ദാറ്റ് സെൻസ് ദാറ്റ് എവറിഥിങ് കെയിം ടു മീ സോ വിതൗട്ട് മച്ച് എഫേർട്ട്. പിന്നെ എഫേർട്ട് ഉണ്ട്. നമ്മൾ വൺസ് നമ്മൾ ഈ ഗെയിമിൽ പിന്നെ നമ്മള് ഫുൾ ഓൺ ഇത് തന്നെയായിരുന്നു. കാരണം ഐ ഡിഡ് അറൌണ്ട് 100 ഫിലിംസ് ആഫ്റ്റർ ദിസ് വൺ. 2010 ശേഷം 100 പടങ്ങളോളം ഞാൻ ചെയ്തില്ലേ, 15 പടം എഴുതി. സോ അതുണ്ടായിരുന്നു, ആ വർക്ക് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും അതിന്റെ. പക്ഷെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അതാണ് എന്റെ സത്യവും. എന്നെക്കാളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന ഇവരൊക്കെ 4:30 എണീറ്റ് ജിമ്മിൽ പോയി 3 മണിക്കൂർ വർക്കൗട്ട്, അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഫിസിക്കൽ അധ്വാനം എന്റേത് വളരെ കുറവായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജിൽ ഒരു സംഭാഷണം എനിക്ക് വളരെ രസമായിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോഴും അങ്ങനത്തെ ഒരു സംഭാഷണം ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ മകനോട് അമ്മയെ പറ്റി, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയിട്ട് അമ്മയുടെ ദുർനടപ്പുകളെ പറ്റി മകനോട് പറയാണ്. ആൻഡ് മകൻ അതിന്റെ അമ്മ ചെയ്തതിന്റെ സാമ്പത്തിക സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അച്ഛൻ അമ്മയെ കുറച്ച് മോശക്കാരിയാക്കി പറയുമ്പോ മകൻ അച്ഛനോട് പറയുന്നത് അമ്മ കാസിനോവയുടെ ഒരു ഫീമെയിൽ വേർഷൻ ആയിരുന്നു. പെട്ടെന്ന് എഴുതി തീർന്നു ആ കോൺവെർസേഷൻ. അത് അവിടെ വെച്ച് എഴുതിയത് ഒരു ചായക്കട, ആ ചായക്കടയ്ക്ക് അതിരുന്ന് എഴുതിയത്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാര്യം പി ജയചന്ദ്രൻ ആണ് അച്ഛൻ. അപ്പൊ ജയേട്ടൻ വന്നിട്ട് ഇപ്പം ഇത് മൊത്തം മാറിയില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇല്ലേ കാര്യങ്ങൾ എന്നോട് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതാണല്ലോ കാലം വരണം, ഇങ്ങനെ വേണം, ഇങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ ഉണ്ടാവുക അല്ലേ, ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ പോകുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛന്റെ അമ്മയുടെയും ഫിസിക്കൽ കെമിസ്ട്രിയും തട്ടുമ്പോത്തായിരുന്നു. അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്തരം സൊസൈറ്റൽ മോസിനെ ഈ പറയുന്ന കാലമല്ലേ, അപ്പം എനിക്ക് അതൊന്നും തച്ചുടയ്ക്കണമെന്ന് ബോധപൂർവമായി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും. കാരണം ഇതൊക്കെ വളരെ ഫ്ലെംസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ മോറലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിനു മുമ്പേ നമ്മൾ മാധവിക്കുട്ടിയൊക്കെ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അത്തരം സൊസൈറ്റൽ മോസൊക്കെ എന്ത് വെണ്ണീറായി പോകുന്ന ശരീരങ്ങളെ കുറിച്ചാണ് ഈ ബോധേഡാവുന്നത് അല്ലേ. നമ്മുടെക്കാൾ എത്ര 10,000 വർഷങ്ങൾ അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ട് നമുക്ക് പൂർവികരായിട്ട് എത്രയോ പേർ. അവരിൽ നിന്നും വന്നെത്തിയ ഒരു ജനത ഇതില് ബോധേഡാവുക എന്ന് പറയുന്നത് എനിക്കത് വളരെ കോമിക്കലായിട്ടാണ് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സീൻ ബോധപൂർവം വെച്ച് ഇത്രയ്ക്കേ ഉള്ളൂ. ഐ വോണ്ട് ടു, നമ്മളൊരു എക്സ്ട്രീം അടിക്കത്തില്ലേ, ഒരു അച്ഛനോടും അച്ഛൻ മകനോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളായി ഇത് മാറ്റിയാൽ അതിലൊരു there is a normalization in the whole process. So I wanted to normalize the whole thing and make it very mundane. അതായിരുന്നു അതിന്റെ ബോധപൂർവമായിട്ടുള്ളൊരു സീൻ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഡയലോഗ് സ്ട്രക്ചറിങ് തന്നെയായിരുന്നു. ഇതിന്റെ ഇൻസ്പിറേഷൻ ഞാൻ ഇവിടെ നിന്നാണെന്ന് പറയട്ടെ. അതായത് ഒരു മകൻ അച്ഛനോട് ചോദിക്കുകയാണ്, സെക്കൻഡ് ദിവസം ഞാൻ വായിച്ചു, പക്ഷെ ചില ഏരിയ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇതെന്ന്. ഇപ്പൊ ഒരു അച്ഛൻ മകനോട് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു, രണ്ടാനമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പും ഒക്കെ രവി മാഷിന്റെ. എന്റെ മകൻ അനുപമനായിരുന്നു, അച്ഛൻ അനുപമനന്റെ അച്ഛനായിരുന്നു. ഇല്ല, അത് ആക്ച്വലി ആ ഒരു സാധനമേ എനിക്ക് ഇതുണ്ടായി. അച്ഛനും ഞാനായിട്ട് അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. അച്ഛനും ഞാനായിട്ട് ഉണ്ടായ കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് ഖസാക്ക് വായിക്കുമ്പോ എനിക്ക് നൈസാം അലിയുടെ ഏരിയ എനിക്ക് മനസ്സിലായിരുന്നില്ല. അതൊരു കാര്യം. ചാന്തും രവിയും തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പൊ അതിന് ഏറ്റവും എന്താണ് ഒരു 7ാം ക്ലാസ്സുകാരന് പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്ന ഭാഷയിൽ അച്ഛൻ പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ആ കാലത്ത് അത് ടാബുവാ. ടാബു, പക്ഷെ ടാബു ആണെങ്കിൽ എനിക്കിത് വായിക്കാൻ തരുമല്ലോ. ഐ മീൻ കോമൺ സൊസൈറ്റിയിൽ, കൺവെൻഷണൽ സൊസൈറ്റിയിൽ. പിന്നെ നമ്മള് എന്താണ്, ഞാൻ ക്രൈസ്റ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളില് ഞാൻ ലേഡി ഷാർലീസ് ലവറോ സൺസ് ആൻഡ് ലവേഴ്സോ ഒക്കെ വായിക്കുന്നത് ആക്ച്വലി നമ്മുടെ ലൈബ്രറിയിലാണ്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അന്ന് അവിടെ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് അറിയില്ല ആയിരിക്കാം. സോ അതല്ല, ഇത് ഈ സീൻ പെർട്ടിക്കുലർലി ഐ വാണ്ടഡ് ടു ബ്രേക്ക് ദ ജിങ്സ്. അത് ഞാൻ വളരെ നമ്മളൊരു ഇന്റൻഷനൽ ആയിട്ട് ഒരു സാധനം ചെയ്യാന്ന് പറയില്ലേ. ഗുഡ് ദാറ്റ് യു നോട്ടഡ് ഇറ്റ്. അത് അധികം പേരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ആ സാധനം ഞാൻ വേണമെന്ന് ചെയ്തതാണ്. ബിക്കോസ് അത് ആ സിനിമ മൊത്തം പറയാനിരുന്ന ഒരു കാര്യത്തിന്റെ. അപ്പൊ അതിനകത്ത് ഏറ്റവും ഒരു എന്താ പറയാ, ഒരു ഐഡിയലിസ്റ്റിക് സീനാണ് ദ വൺ വുമൺ മാൻ
സാധനം. അതിനെ നമ്മൾ ജക്സ്റ്റപ്പോസ് ചെയ്യുന്നത് ഇത്തരം സീനുകൾ കൊണ്ടാണ്. ഇപ്പുറത്ത് ഇയാള് തന്നെയാണ് ഇപ്പുറത്ത് ഇത് പറയുന്നത്, അമ്മയുടെ ഇത് പറയുന്നത്. സോ ദാറ്റ് വാസ് ഭയങ്കര രസമുള്ളൊരു എന്താണ്, നമ്മുടെ റെവറിയില് പോകുന്ന ഒരു കാര്യമായിരുന്നു അത്. ഒരു ആർട്ടിസ്റ്റിക് റെവറി എന്ന് പറയില്ല, അതുണ്ടായിരുന്നു. അത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് തന്നെയാണ് അല്ലേ. അവരെന്ന് പറയുന്നത് ഈ ചില ആളുകൾ നമ്മള് ഇങ്ങനെ ഒരു പെഡസ്റ്റൽ കയറ്റി വെച്ച് ദേ ആർ എബോവ് എവറിത്തിങ്, അത് നമ്മുടെ അച്ഛനായാലും അമ്മയായാലും അപ്പൂപ്പനായാലും എന്ന് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു സ്വകാര്യതയിൽ അവർ ആലോചിച്ച് നോക്കൂ. ദേ ആർ ഓൾ ലൈക്ക് അസ് അല്ലേ. എല്ലാ ഫെയിലിങ്സ് എന്ന് പറയുന്നത് സോ കോൾഡ് ഫെയിലിങ്സ്, ഐ ഡോണ്ട് ട്രീറ്റ് ഇറ്റ് ആസ് ഫെയിലിങ്സ്. നമ്മുടെ എന്താണ് ആട്രിബ്യൂട്ട്സ് ആണത്, നമ്മുടെ ബോഡിലി മെന്റൽ ആട്രിബ്യൂട്ട്സ് ആണത്. അത് മനുഷ്യൻ, that constitutes a മനുഷ്യൻ. സോ വൈ നോട്ട്? അതുപോലെ എനിക്ക് കാലത്തിനൊക്കെ ഒരുപാട് മുമ്പല്ലേ ഇത് എന്നുള്ള കാര്യം. ഞാൻ പിന്നെ അത് കുറെ ഹിന്ദി വെബ് സീരീസിലൊക്കെ അങ്ങനത്തെ തമാശകൾ കണ്ടത് ഈ കോവിഡിന്റെ സമയത്ത്. അതായിരുന്നു എന്നെ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ എനിക്കൊരു മൂഡ് ഉണ്ടായില്ല. ബ്യൂട്ടിഫുൾ. അന്ന് അങ്ങനെ ആരും അങ്ങനെ ഒരു തമാശ എഴുതില്ല. എന്റെ അറിവിൽ അതിന് മുമ്പ് ഒരു തമാശ അങ്ങനെ വന്നിട്ടില്ല. അതിന് ശേഷം പിന്നെ അതിന്റെ വേറെ കുറെ പതിപ്പുകളൊക്കെ വന്നത്. ഇറ്റ്സ് നോട്ട് ടു ഗുഡ്. പക്ഷെ അത് ഭയങ്കര ന്യൂ ആയിരുന്നു ആ സമയത്ത്. അതെങ്ങനെ എഴുതി അറിയില്ല. അത് എങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. ബ്യൂട്ടിഫുൾ കംപ്ലീറ്റ് നമ്മൾ അവിടെ തന്നെയാണ്, ആ ഒരു സ്പേസിൽ തന്നെയാണ് എഴുതി. നമുക്ക് 1 ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ വീട്ടില് നല്ല രസമുള്ള വീടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീട്. അപ്പൊ അതിനപ്പുറത്ത് എനിക്കൊരു ഡെസ്കും ചെയറും ഒക്കെ വിനയ് ഗോവിന്ദും മൃദുലും കൂടെ സെറ്റ് ചെയ്ത് തന്നിട്ട്, ഇന്നത്തെ നമ്മുടെ അവനൊക്കെ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാ VKP-യുടെ. അപ്പം മൃദുലും വന്നിട്ട് അനുവേട്ടാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത് അത് ഇങ്ങനെ സാധനം. അപ്പൊ അവന്മാര് നല്ല രസമുള്ളൊരു ബ്യൂട്ടിഫുൾ ടീം. ബിടെക് മൃദുലും പിന്നെ സെറ്റ് ബേബി കോഹിനൂറൊക്കെ ചെയ്ത വിനയ് ഗോവിന്ദ്. അവന്മാരാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫൈനൽ സാധനമില്ലേ, നമ്മുടെ ബ്യൂട്ടിഫുള്ള ഫൈനൽ ഷോട്ട് ഉണ്ടല്ലോ. ഞാനും ജയനും കൂടെ ഒരു സീ സൈഡിൽ ഇരുന്നിട്ട് അവൾക്ക് വേണ്ടി കുടിച്ച കള്ളും നനഞ്ഞ മഴയും വേസ്റ്റ് എന്ന് പറയുന്ന ആ സീക്വൻസ് സിനിമയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ടൈലന്റ് മറ്റൊരു ടൈലന്റ് ആയിരുന്നു, അത് ശ്വേത വരുന്നൊരു ടൈലന്റ് ആയിരുന്നു. അതിന്റെ ടൈലന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ഇവള് മേഘന ഇങ്ങനൊരു പണി തന്നിട്ട് പോയി, ഞങ്ങൾ വീണ്ടും ഇതുപോലെയായി. ആ വീട്ടിനകത്ത് ഞങ്ങൾ വീണ്ടും ഇരിക്കുമ്പം ഞാനും ഇവനോടുള്ള കോൺവെർസേഷനാണ്, ഇനി ഒരു പെണ്ണിനെ നമ്മുടെ ഏരിയയിൽ അടുപ്പിക്കരുത്. നമുക്ക് എന്തിനാണ് പെണ്ണ്, നമുക്കൊരു പിന്നെ മെയ്ഡ് പോരെ, നമ്മളേത് ഭയങ്കര ചത്തുപോയനളിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം വരുമ്പോൾ പെട്ടെന്ന് വീണ്ടും മഴ പെയ്യുകയും അവിടുന്ന് ശ്വേത ഇതേപോലെ അന്ന് ശ്വേത നടന്ന് ഇതേപോലെ സാരിയിൽ ഇങ്ങനെ വന്ന് അതെ എന്ന് പറയുന്നിടത്ത് ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കമിൻ എന്ന് പറയുന്നിടത്ത് വരുന്നത് എന്റെ. അപ്പൊ അത് ആ എന്റെ ഷൂട്ട് ചെയ്യാനൊക്കെ നിന്ന സമയത്ത് ഞങ്ങള് മഴനിർത്തുള്ളികളുടെ ഫൈനൽ 2-3 ഷോട്ട്സ് എടുക്കാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയുടെ ബീച്ച് സൈഡിൽ നിൽക്കുന്ന സമയത്ത് മൃദുലും വിനയും കൂടെ ഓടി വന്ന് അനുവടാ ഗംഭീര വിഷ്വലുണ്ട്, നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ടൈലന്റ് ഇതിനേക്കാൾ വലിയ വിഷ്വൽ ഇല്ല. ഞാൻ ഓർഡർ കിടന്നു ചുമ്മാ നമ്മൾ ടൈലന്റ് ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്യാൻ നാളെ ഷൂട്ട് ചെയ്യാൻ നിങ്ങളിത് വാന്ന് പറയും. എന്നെ വലിച്ച് കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ ഇവന്മാർ ആ ബൈക്ക് അവിടെ സെറ്റ് ചെയ്തിട്ട് മൃദുലും വിനയോട് ബൈക്ക് സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ജയനെ ഇരുത്തിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് മഴ വരുന്നുണ്ട്. ഇതായിരുന്നു വിഷ്വലോ. അപ്പം ഇവന്മാർ എന്തെങ്കിലും എഴുതുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ ഇത് മാത്രമേ എഴുതുള്ളൂ. പിന്നെ നമ്മള് പോസ്റ്റിൽ ഡബ് ചെയ്തതാണ്. ആദ്യം അവൾക്ക് വേണ്ടി കുടിച്ച അത് മാത്രമാണ് നമുക്ക് അവിടെ വന്ന, അത് മാത്രമേ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തുള്ളൂ. ബാക്കി എന്തൊക്കെയാ പറയാം, ABCD പറയാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത്. VKP എവിടെയായിരുന്നു? VKP ഓടി വന്ന് ഇതൊക്കെ ജോമാൻ ഇത് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ VKP വെച്ചത് എന്താ പരിപാടി ചെയ്ത് അപ്പോഴാണ്. അപ്പൊ വിനയ് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ഇത് VKP ഡെഡ്ലി മാൻ, ലെറ്റ്സ് ഷൂട്ട് ഇറ്റ്. അങ്ങനെ ഷൂട്ട് ചെയ്തത്. സോ ദാറ്റ് അങ്ങനെ ഒരുപാട് സീൻസ് ഉണ്ട് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് അബൌട്ട് എ ടീം, ഇറ്റ്സ് അബൌട്ട് എ ഗ്രേറ്റ് ടീം. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ. ഇറ്റ്സ് അബൌട്ട് VKP. ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് VKP. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഡയറക്ടർ. അദ്ദേഹം ഇതിനകത്ത് കൊണ്ടുവരുന്ന ഈത്തോസ്, അദ്ദേഹം കൊണ്ടുവന്ന ടെക്നിക്കാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ സിനിമ, മലയാളം സിനിമ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത സോങ്. പിന്നെ ഒരുപാട് ഡിജിറ്റൽ കൊണ്ടുവന്നു, എല്ലാം അങ്ങേരാണ്. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്കിന്റെ ഒരു ഇതാണ്. ഞാനും ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് സത്യം. ഐ വാസ് ഫോർച്ചുനേറ്റ് എനഫ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ജയസൂര്യ
അദ്ദേഹം സിനിമയിൽ ഉണ്ടാക്കിയ ഒരു വളർച്ച, അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ട്, 3-4 വർഷമായിട്ട് അദ്ദേഹം ഒരു സിനിമയും ചെയ്യാതെ, ഐ മീൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കത്തനാർ ചെയ്യുമ്പോൾ കത്തനാർ മാത്രം ചെയ്തിട്ട് ആ സമയത്ത് കത്തനാർ മാത്രമാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷങ്ങൾക്ക് കൂടുന്തോറും അദ്ദേഹത്തിൽ ഈ നടൻ ആവാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ നടിക്കാനുള്ള ഒരു അഭിനിവേശം അത് കൂടുന്നതായിട്ടാണോ സുഹൃത്ത് നല്ല രീതിയിൽ നോക്കുന്നത്? ഓഫ് കോഴ്സ്, അവന് എല്ലാ കാലത്തും അവന് ഇതല്ലാതെ വേറെ ഒരു ചിന്തയില്ല. അവന് ഭയങ്കരമായിട്ട് ഇതിനകത്തൊരു അഡിക്ഷൻ ഉള്ള ആളാണ്. ഈസ് ടു മച്ച് ഇൻ ടു ക്യാരക്ടേഴ്സ്. അവന് ആഗ്രഹം, അൺഫ്ലിഞ്ചിങ് ഡിസയറാണ്. അത് കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ 3 വർഷമൊക്കെ ഒരു പടത്തിന് വേണ്ടി ഇരിക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. എനിക്കൊന്നും പറ്റില്ല. നിങ്ങൾ ഒരുമിച്ചു, പിന്നെ ഒരു ബ്രേക്ക് എടുത്തു, പിന്നെ ഒരുമിക്കാത്തത് എന്താന്ന് ചോദിക്കുന്നില്ല ആളുകള്? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് എന്താ പറയുന്നത്, എന്താ സംബന്ധിച്ചാല് എന്നുവെച്ചാൽ രണ്ടുപേരും 2 രീതിയിൽ ഒരുപാട് വലിപ്പം വെച്ച് പോയി, അതുകൊണ്ട് ചേരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഈ വലിപ്പം വെക്കലിന്റെ അല്ല അതിന്റെ കാര്യം. തിരക്കുകൾ കൊണ്ട് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അത്തരം സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ടൈമാണ്. അതിനുശേഷം ഞാൻ എന്റെ സിനിമകളായിട്ട്, അതായത് ഞാൻ നായകനായി അഭിനയിക്കുന്ന ഒരുപാട് സിനിമകൾ വന്നു. അത് ആവശ്യവുമായിരുന്നു. അത് കാരണം വെച്ചാൽ എനിക്ക് ഞാനീ 2 വർഷത്തിൽ ഒരു സിനിമ ചെയ്തുകൊണ്ട് അഗെയിൻ യു ഹാവ് ടു പുട്ട് ദ ഫുഡ് ഓൺ ദ ടേബിൾ. സോ അത് പ്രശ്നമായിരിക്കും. അപ്പൊ എനിക്ക് അത്തരം സിനിമകൾ ചെയ്യേണ്ടി വന്നുകൊണ്ട് അവൻ സിനിമകൾ ചെയ്യുന്ന സമയത്തായിരിക്കും ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നത്. അപ്പൊ പലപ്പോഴും അത് അവിടെ വർക്ക് ആവാറില്ല, എനിക്ക് അവനെ വെച്ച് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ മാറി അതെന്തോ അങ്ങനെ പോയി. അത് എന്തുകൊണ്ടാണെന്നൊരു കറക്റ്റായിട്ട് അത് എന്തായാലും അവനും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യുമായിരിക്കും. ഇതെല്ലാം പറഞ്ഞ പോലെ നമ്മളെ അങ്ങനെ വന്നതല്ലേ. നമ്മൾ ബ്യൂട്ടിഫുൾ, ട്രാൻലോഡ്ജ് ഒക്കെ തന്നെ, കാലിഫോർണിയ, ഗാങ്സ് ഓഫ് വടക്കുന്നാഥൻ, അതെല്ലാം അങ്ങനെ അങ്ങ് ഒരു അതുപോലെ ഒരു അഗെയിൻ ഒരു സാധനം വരുമായിരിക്കും. അങ്ങനെ ഇതാക്കാനേ പറ്റും. ആത്മാർത്ഥമായിട്ടൊരു ഉത്തരം പറയണം. അനുപേട്ടൻ ശരിക്കും ഒരു അൾട്ടിമേറ്റ് മോഹൻലാൽ ഫാൻ ബോയ് അല്ലേ? രണ്ടുപേരുടെയാണ്. ഡിപ്ലോമാറ്റിക് അല്ല. ശങ്കറിനോട് ചോദിച്ചാൽ അറിയാം. ഐ വാസ് എ ഫാൻ ഓഫ് ബോത്ത് എപ്പോഴും, എല്ലാ കാലത്തും. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് ഐ വിൽ ടെൽ യു, അത് നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ ഈ ഫാൻഡം എന്നുള്ളത് മാറും. നമ്മുടെ ഒരു 20s നമ്മൾ ഫാൻ ബോയ് ആവുന്നത്. ഇവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ദാറ്റ് ബിക്കംസ് അനദർ ഒരു വേറൊരു ട്രജക്ടറിയിലായിരിക്കും നമ്മളവരെ കാണുന്നത്, നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അവര് മാത്രമല്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എനിക്ക് ആരാധന തോന്നി ആ സമയത്ത് തന്നെ. ഐ ഹാഡ് എ ഹ്യൂജ് തിങ് ഫോർ കമൽ ഹാസൻ, ഈവൻ ഷാറൂഖ് ഖാൻ ഇൻ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. ഐ തിങ്ക് അതൊരു ആ ഫ്ലാംബോയൻസ് ഒക്കെ അസാധ്യമാണ് ഷാറൂഖ് കാണിക്കുന്നത്. അപ്പം നമ്മള് എപ്പോഴും പറയും ഷാറൂഖ് ഖാൻ അങ്ങനത്തെ ഒരു അമീറിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഐ ഫീൽ ഷാറൂഖ് ഇസ് എ ബെറ്റർ ആക്ടർ ദാൻ അമീർ ഖാൻ ടു മീ, വെരി പേഴ്സണലി. മോർ എഫേർട്ട്ലെസ് ആക്ടർ. അതെ. പിന്നെ മാത്രമല്ല, അങ്ങേർക്കത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അയാളെ ചെയ്യാത്തത്. അങ്ങേർക്കത് മതി. ആൾക്കാർ രാഹുൽ, രോഹിത്, പിന്നെ ഈ പറഞ്ഞ പോലെ പഠാനിലെ പോലത്തെ മറ്റൊരു വേർഷൻ ഓഫ് ഷാറൂഖ് ഖാൻ. ഈ സിംപിൾ എനിക്ക് ഓഫ് സ്ക്രീൻ ഷാറൂഖ് ഖാൻ ആണ് ഭയങ്കര ഇഷ്ടമുള്ളത്. ഇന്റർവ്യൂസ്, ദ വേ ഹി സ്പീക്സ്, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. സോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഏജിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടേഴ്സും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വി നെവർ ഹാഡ് എനിക്കൊരു എന്താ പറയുക, ഒരു ഇൻട്രൻസിക് ആക്ടിങ് എബിലിറ്റി ഉള്ള ആളല്ല. നമ്മളിത് പഠിച്ച് നമ്മുടെ പല കോൺഫ്ലുവൻസുകൾ കൊണ്ട് അക്വയർ ചെയ്യുന്ന ഒരു ടാലന്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോ ഒരു ആവറേജ് ആക്ടർ മാത്രമാണ്. സോ അല്ല, ഞാനിത് എല്ലാ സ്ഥലത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊരു ആവറേജ് ആക്ടറാണ്, എനിക്ക് ഡാൻസ് അറിയില്ല, എനിക്ക് ഫൈറ്റ് ഡാൻസ് അറിയാത്തതുകൊണ്ട് മാത്രമല്ല ഫൈറ്റ് ചെയ്യാറ്. ഇത് ശരിക്കുമുള്ള ഇതാണോ, അത് വിനയത്തിൽ വരുന്നതാണോ? എനിക്ക് ഞാനൊരു വിനയമുള്ള ആളായിട്ട് നിനക്ക് എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് വിനയത്തിന്റെ അല്ല, അതൊരു തിരിച്ചറിവാണ്. ബട്ട് വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ്? യു ക്യാൻ ബി ആൻ ആവറേജ് ആക്ടർ. വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ്? ഐ ലവ് ബീങ് ആവറേജ്. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഈ ആവറേജ് മോശമാണെന്ന് നമ്മളെ പഠിപ്പിച്ചതല്ലേ? അത് ശരിയാ. നമ്മൾ ആവറേജ് ആകുന്നോണ്ട് എന്താ കുഴപ്പം? ഐ ലൈക്ക് ബീങ് ആവറേജ്. എല്ലാ കാലത്തും ഇങ്ങനെ സമാധാനപ്രിയനായിരുന്നു. സമാധാനപ്രിയനാണ്, ഒരു സംശയമില്ല. എല്ലാ കാലത്തും എനിക്ക് വയലൻസും അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസും എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു കാലത്തും പറ്റിയിട്ടില്ല. ഐ ലൈക്ക് ബീങ് ഇൻ മൈ ഓൺ ഗ്രെയിൻ, ബീങ് അറ്റ് പീസ്. അത് തന്നെയാണ്.
അണ്ണൻ ഒരു ഭയങ്കര കാമുകരാണെന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്, സത്യമാണോ? അങ്ങനെ വിശ്വസിക്കുന്ന ആ ജനത എവിടെ? എനിക്കൊന്ന് കാണിച്ചു തരൂ. അങ്ങനെ ഒരു ജനത ഉണ്ട്. വെരി ഗുഡ്, താങ്ക് യു. അത് ഈ ഇന്ന് ഈ വർഷങ്ങൾക്ക് ശേഷം നീ എന്നെ അതിലൊരു എനിക്ക് ആ ഒരു റെവലേഷൻ തന്നതിൽ എന്നെന്നും ഞാൻ കടപ്പെട്ടവനായിരിക്കും. എന്റെ ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുക, ഈ ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതുകൊണ്ടിപ്പം എന്റെ റിലേഷൻഷിപ്സിൽ അങ്ങനെ ബ്രേക്കപ്പ് അതിന്റെ വേദന അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ബ്രേക്കപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. അത് അങ്ങനെ എടുക്കാണ്ടാണോ ശരിക്കും ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, ഞാൻ എന്താ പറയുമ്പോ ഞാനിപ്പോ ഇഫ് ഐ സേ സംതിങ് ഐ റെസ്പെക്ട് വിമൻ സോ മച്ച്. അപ്പം ഒരു തരത്തിലും ഞാൻ അവരെ എന്താണ് ഡിമീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഐ റെസ്പെക്ട് എവറി റിലേഷൻ, നോട്ട് ഓൺലി ഒരു ലവ് അഫെയറിന്റെയോ ലവ് അഫെയറിന്റെയോ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇൻ വാട്ട് എവർ കപ്പാസിറ്റി ഐ ഹാവ് ബീൻ വിത്ത് വിമൻ, അമ്മയായാലും അനിയത്തിയായാലും സുഹൃത്തുക്കളായാലും, ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ഡൊമൈനിൽ നിൽക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. സോ വാട്ട് എവർ ഐ സേ is a possible demeaning to my attachments to them. So I keep quiet. ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടോ പ്രണയങ്ങള്? അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ് പോലെ, പാരന്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ, അതും ഒരു എല്ലാം ഒരു ഗ്രാജുവൽ ഇവോൾവിംഗ് അല്ലേ എല്ലാ കാര്യങ്ങളും. നമ്മൾ എന്തെല്ലാം മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം അതൊരു എവല്യൂഷനാണ്. ആ എവല്യൂഷൻ, അത്തരം എവല്യൂഷൻസിനെ ഏറ്റവും എന്താണ് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അത് ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു ഹാർട്ട്, അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത്തരം എവല്യൂഷനുകളെ യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ബൈ ദ ബ്രെയിൻ, അസിമിലേറ്റ്, അബ്സോർബ്, കീപ് ഇറ്റ് ദെയർ. അതാണ് ബെറ്റർ.